ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു മന്തി ഉണ്ടാക്കിയാലോ? അത് വലിയ രീതിയിലല്ല കേട്ടോ, ചെറിയ രീതിയിൽ ചെറിയൊരു മന്തി. അപ്പോൾ ലച്ചുവിന് ആഗ്രഹമായിരുന്നു മന്തി വീട്ടിലുണ്ടാക്കണമെന്ന്. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു മന്തി ഉണ്ടാക്കി കുഞ്ഞിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾ യൂട്യൂബിൽ കണ്ടിട്ടാണ് മന്തി ഉണ്ടാക്കാൻ ഞങ്ങൾ രണ്ടുപേരൂടെ നിന്നാണ് ചെയ്യുന്നത്. ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഒരു 4-5 പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് മന്തിയോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ കുക്കർ അടുപ്പ് വെച്ചു, ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ക്യാപ്സിക്കം ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമുക്ക് ഇതുണ്ടല്ലോ മറ്റേ മാഗി ക്യൂബ്, അത് കുറച്ച് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ടത്. കുരുമുളക് ഇട്ടതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയാണേ. പിന്നെ മഞ്ഞൾപ്പൊടിയല്ല, ഈ മന്തി മസാലയാണ് ഇട്ടത് കേട്ടോ, മഞ്ഞ കളറിലിട്ടത്. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്ത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇനി നമ്മളിതിലേക്ക് ഇടേണ്ടത് ഉപ്പാണ്. ഉപ്പും കുറച്ച് ഞാൻ ചെയ്തിട്ട് ആവശ്യത്തിന് മാത്രം. അപ്പോൾ അത് ഉപ്പൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡി ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ നിരത്തി വെച്ചതിന് ശേഷം ഗ്യാസ് കത്തിക്കണം. ഗ്യാസ് കത്തിച്ച് ഒരു തിളയൊക്കെ വന്നു കഴിയുമ്പം നമ്മൾ ചോറിട്ട് കൊടുക്കണം. ചോറെന്ന് വെച്ചാൽ നേരത്തെ വേറൊരു കുക്കറിനകത്ത് വെച്ച് ചെറിയ പകുതി വേവ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വേറെ വേവിച്ച് വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ പുറത്ത് ചോറിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 2-3 പച്ചമുളകൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു ഭംഗിയും ആകും, ഒരു ടേസ്റ്റും ആകും. കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി നമ്മൾ ഒഴിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ശകലം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു ശകലം മുളക് പൊടിയും ഇച്ചിരി വെള്ളത്തിൽ കലക്കി അതും ഒഴിക്കുന്നുണ്ട്. അതും നമുക്കൊരു മന്തി ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ശകലം കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളത് അടച്ച് വെക്കും. അടച്ച് വെച്ച് ഒരു വിസിൽ, 8 വിസിൽ മതി. അതായി കഴിയുമ്പം മന്തി റെഡിയാകും. പിന്നെ മയോണൈസ്, പിന്നെ കുറച്ച് സലാഡിന് പകരം ഈ സാധനങ്ങളെല്ലാം അരിഞ്ഞതൊക്കെ ലച്ചുവിൻ്റെ പ്രിപ്പറേഷനായിരുന്നു കേട്ടോ. എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സലാഡ്, മയോണൈസ്, പിന്നെ പുതിനയില, മല്ലിയില ഒക്കെ വെച്ചൊരു ചെറിയൊരു ചമ്മന്തി പോലെ ഒരു സംഭവം അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. മന്തി അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മന്തി ആയിരുന്നു. ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ചോറുമൊക്കെ നല്ലതായിരുന്നു. ഞാനൊരു ശകലം ഒന്ന് രുചിച്ച് നോക്കി, കാരണം കുഞ്ഞിന് കൊടുക്കണ്ടല്ലോ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ. അപ്പം അവളും കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞു, അമ്മ നല്ലതാണ്, ഇനി നമുക്ക് മന്തി അമ്മ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട അമ്മ, ഇത് നമുക്ക് 2-3 പീസിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല മന്തിയാണ് കേട്ടോ. വീട്ടിൽ നമുക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള മന്തി നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യണം, കൂട്ടാക്കണം, എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. നല്ല സൂപ്പർ മന്തിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മന്തി കഴിക്കാൻ റെഡിയാവുകയാണ്. കൂട്ടത്തിൽ ഞാനൊരു മയോണൈസും ഒരു ചട്നിയും പിന്നെ സലാഡും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഈ മന്തി ഒന്ന് റെഡിയാക്കി നോക്കണേ. ബൈ.